ഖുൽതു ഞാൻ പറയുന്നു, ഞാനെന്ന് പറഞ്ഞാൽ യാവിമാൻ പറയാണ്. ഹാത്തമുൽ അസ്മിൽ മദ്കൂർ റളിയല്ലാഹു അൻഹു, നമ്മളിവിടെ പറഞ്ഞല്ലോ ഹാത്തമുൽ അസ്മിന്റെ കഥ. ബഹുമാനപ്പെട്ടവര് മിൻ കിബാരി ശുയൂഖി സൂഫിയ, സൂഫി ഷെയ്ഖന്മാരിൽ പ്രമുഖരിൽപ്പെട്ട ഒരാളാണ്, വലിയ മഹാൻ തന്നെയാണ് മൂപ്പര്. വഖദ് ഇജ്തമഅ ബിഹി അൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഹംബൽ മദ്ഹബിന്റെ ഇമാമായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും ഹാത്തമുൽ അസ്ം എന്നവരും ഒരിക്കൽ സമ്മേളിക്കുകയുണ്ടായി. ഫസമിഅ കലാമഹു ഫസഅലഹു, ഇമാം അഹ്മദ് എന്നവരെ ഹാത്തമുൽ അസ്മിനോട് സംസാരിക്കുകയും സംസാരം കേൾക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ഫഅജാബഹു, അഹ്മദ് എന്നവരുടെ ചോദ്യത്തിന് മറുപടി ഹാത്തമുൽ അസ്ം എന്നവര് കൊടുക്കുകയും ചെയ്തു. ഫസ്തഹ്സന ജവാബഹു, നല്ല മറുപടിയായി തന്നെ കൊടുത്തത്. ഫലം യദൽ ഉലമാഉ സ്വലഹാഉ ഖദീമും ഹദീസൻ, പുതിയതും പണ്ടുമുള്ളതായിരിക്കുന്ന സ്വാലിഹീങ്ങളായ ഉലമാക്കളൊക്കെ യഅ്തഖിദൂന, അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നു. ത്വായിഫത്ത് സൂഫിയ, സൂഫിയ വിഭാഗത്തെ എതിർക്കുന്നവരല്ലായിരുന്നു. വയസൂറുഹും, അവരുമായി സന്ദർശനം നടത്താറുണ്ട് ഉലമാക്കളൊക്കെ. വയതബറക്കുന, അവർ ബർക്കത്തും നേടാറുണ്ട്. ബിമുജാലസത്തിഹിം, അവരെ കൂടെ ഇരിക്കൽ കൊണ്ടും വദുആഇഹിം വആസാരിഹിം, അവരുടെ പ്രാർത്ഥന, അതുപോലെ തന്നെ അവരുടെ ആസാറുകള്, പിന്നെ അവരുടെ കൂടെ ഇരിക്കുക എന്നിത്യാദി കാര്യങ്ങളെ കൊണ്ടൊക്കെ ബർക്കത്തെടുക്കുകയും സന്ദർശിക്കലൊക്കെ ഉണ്ടായിരുന്നു ഉലമാക്കളൊക്കെ. അതൊക്കെ നമുക്ക് ചെയ്യാന്നർത്ഥം. അപ്പൊ സൂഫിയാക്കൾ മോശക്കാരല്ലല്ലോ. മിൻ ദാലിക, അത്തരം ഒരു സംഗതിയിൽപ്പെട്ട ഒന്നാണ് മാ ജാഅ അനിൽ ഇമാം സുഫിയാനി സൗരി, ഇമാം സുഫിയാനി സൗരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് വന്നൊരു കഥ. എവിടെ? ഫി മുജാലസത്തി റാബിഅത്ത റളിയല്ലാഹു അൻഹ, റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയോട് കൂടെ സുഫിയാനി സൗരി എന്നവർ ഇരുന്നിട്ടുണ്ട്. ആ ഇരുത്തത്തിൽ വന്ന കഥകളൊക്കെ ഉണ്ട്. വതഅദ്ദുബിഹി മഅഹ, റാബിഅത്തുൽ അദവിയോട് കൂടെയുള്ള സുഫിയാൻ എന്നവരുടെ മര്യാദയും. വമാ ജാഅ അനിൽ ഇമാമൈനി ശാഫിഈ വ അഹ്മദ് റളിയല്ലാഹു അൻഹുമാ, ഈ രണ്ട് പ്രഗൽഭ മഹാന്മാരുടെയും തൊട്ട് വന്നതുണ്ട്. എവിടെ? ഫീ മുജാലസതിഹിമാ ലിശൈബാനിർ റാഇ റളിയല്ലാഹു അൻഹു, ഷൈബാനിർ റാഇ എന്ന് പറയുന്ന വലിയൊരു മഹാനുണ്ട്, അവരുടെ കൂടെ ഈ രണ്ട് ഇമാമുമാരും, ആര്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു കൂടെ ഇരിക്കാറുണ്ട്. അങ്ങനെയുള്ള കഥകളും ഇതിൽ വന്നിട്ടുണ്ട്. വഹികായത്തുൽ മശ്ഹൂറ മഅഹുമാ, അവർ രണ്ടുപേരോട് കൂടെയുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രചാരമുള്ള ഹിക്കായത്തും വന്നിട്ടുണ്ട്. ഹദുറുബീന, നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ത്? അന്നൽ ഇമാമ അഹ്മദ, നിശ്ചയമായിട്ടും ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു കാന ഇൻദൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവര് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അടുത്തായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഷൈബാനുർ റായി, അങ്ങനെ ഷൈബാൻ റായി എന്ന് പറയുന്ന മഹാൻ അവിടെ കടന്നു വരുന്നു. എന്നിട്ട് ഫഖാല അഹ്മദും, അപ്പോൾ അഹ്മദ് എന്നവർ പറയുകയാണ്, ഉരീദു യാ അബാ അബ്ദില്ല അൻ ഉനബ്ബിഹ ഹാദാ അലാ നുഖ്സാനി ഇൽമിഹി, ഈ ഷൈബാന്റെ ഇൽമ് കുറവാണ് എന്നതിന്റെ മേലിൽ ഞാൻ അദ്ദേഹത്തെ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നു, ഉദ്ദേശിക്കുന്നു എന്ന് അബാ അബ്ദില്ല വിളിച്ചുകൊണ്ട് അഹ്മദ് എന്നവർ പറഞ്ഞു. എന്തിന്? ചില വിജ്ഞാനങ്ങൾ കരഗതമാക്കൽ കൊണ്ട് ജോലിയാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറയും, പരീക്ഷിക്കണല്ലോ, പരീക്ഷിക്കാൻ തയ്യാറാവുകയാണ് അഹ്മദ് എന്നവർ. ആരെ? ഷൈബാൻ റായിയെ കുറിച്ച്. വഖാലഹു ശാഫിഈ, അപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു അഹ്മദ് ഇമാമിനോട് പറഞ്ഞു, ലാ തഫ്അൽ, ആ പണി താങ്കൾ ചെയ്യരുതേ, ബുദ്ധിമുട്ടാവും. ഫലം യസ്മ, അങ്ങനെ പറഞ്ഞിട്ടും അഹ്മദ് റളിയല്ലാഹു അൻഹു കൂട്ടാക്കിയില്ല, ശ്രദ്ധിച്ചില്ല, അവരത് കേട്ടില്ല. അങ്ങനെ വഖാലി ഷൈബാൻ, ഷൈബാൻ എന്നവരോട് അഹ്മദ് റളിയല്ലാഹു തആല അൻഹു ചോദ്യം ചോദിക്കുകയാണ്, മാ തഖൂലു ഫീമൻ നസിയ സലാത്തൻ മിൻ ഖംസി സലാത്തിൻ ഫിൽ യൗമി വൽ ലൈലത്തി, ഒരു രാവിലും പകലിലുമായിട്ട് 5 വക്ത് നമസ്കാരം ഉണ്ടല്ലോ, 5 നമസ്കാരത്തിൽ ഏതെങ്കിലും ഒരു നമസ്കാരം ഒരുവൻ മറന്നു,
അങ്ങനെ മറന്നുപോയൊരു വ്യക്തി വലം യദിരി അയ്യ സലാത്തിൻ നസിയഹ, ഏത് നിസ്കാരമാണ് മറന്നതെന്ന് ഒരു വ്യക്തമല്ല. മൽ വാജിബു അലിഹി യാ ഷൈബാൻ, അപ്പൊ ഷൈബാനെ എന്തായിരിക്കും ഈ മനുഷ്യന്റെ മേൽ നിർബന്ധമായത്? ഒരു നിസ്കാരം കളാണ്, അതേതാന്ന് അറിയുന്നില്ല. കളാ വിട്ട നിർബന്ധമാണല്ലോ, എന്തായിരിക്കും ഒരു സംഭവം? എന്താ ഇതിൽ താങ്കൾ പറയുന്ന മസാല എന്ന് ചോദിച്ചപ്പോൾ വക്കാല ഷൈബാനു, അപ്പൊ ഷൈബാൻ തിരിച്ച് അങ്ങോട്ട് പറയുന്നു, യാ അഹ്മദ്, അഹമ്മദ് എന്നവരെ, ഹാദ ഖൽബുൻ വഫലാനില്ലാഹി, ഇത് അള്ളാനെ തൊട്ട് അശ്രദ്ധമായി നിൽക്കുന്ന ഒരു ഹൃദയമാണ്. അങ്ങനെ വരുമ്പോൾ ഫൽ വാജിബു, അപ്പോൾ ഇവന്റെ കാര്യം അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫൽ വാജിബു, അപ്പോൾ നിർബന്ധമായത് എന്താ? അയ്യോ അദ്ദബ, അദ്ദേഹത്തെ സംസ്കരിക്കലാണ്, മര്യാദ പഠിപ്പിക്കലാണ്. അത്താല യൗഫല അൻ മൗലാഹു, അവന്റെ തിരുത്താവായ അവന്റെ യജമാനനായ അള്ളാഹുവിനെ തൊട്ട് അവൻ അശ്രദ്ധവാനാവാതിരിക്കാനുള്ള ചിട്ടയും മട്ടമാണ് കൊടുക്കേണ്ടത്. അതാണ് വാജിബ് എന്ന് പറഞ്ഞു. അങ്ങനെ സുമ്മ യുഈദുഹുന്ന ബഅദു, അങ്ങനെ എന്ത് വേണം? എന്നിട്ട് വേണം പിന്നെ അതൊക്കെ പഠിച്ചതിന് ശേഷമായിരിക്കണം പിന്നെ ഈ 5 വക്ത് നമസ്കാരം അവൻ മടക്കി നിസ്കരിക്കേണ്ടത് എന്നാണ് ഷൈബാൻ കൊടുത്തതായ ഫത്വ. ഫുഖാക്കളെ കാഴ്ചപ്പോൾ അതൊന്നും വേണ്ടല്ലോ, അവിടെ കളാ വിട്ടാൻ പറയല്ലേ വേണ്ടത്. പക്ഷേ ഷൈബാൻ എന്നവര് ആത്മീയമായിരിക്കുന്ന മഹാനാണ്. ഈ മഹാനെയാണ് അഹമ്മദ് ഇമാം എന്നവർ പരീക്ഷിച്ചത്. ഇത് കേട്ടപ്പോൾ വസിയല അഹമ്മദ്, അത് അഹമ്മദ് ഇമാം റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീണുപോയി. അതാണ് ഒരു പണ്ഡിതനെ വിലയിരുത്തുമ്പോൾ മനസ്സിലാവുള്ളൂ. ഒരു വലിയായിരുന്നു അദ്ദേഹം. വഫീ റിവായത്തിൻ ഉഖ്റ, വേറൊരു റിപ്പോർട്ടിൽ കാണാം, ഫൽ വാജിബു, അവിടെ വാജിബായി പറയുന്നത് അയ്യു അദ്ദബ, ഈ മനുഷ്യരെ അത് പഠിപ്പിക്കപ്പെടലാണ്. ബിയാത്തിൽ ഖംസി, 5 നിസ്കാരം മടക്കുക, അത് മടക്കിയിട്ട് വരെ അത് മര്യാദ പഠിപ്പിക്കലാണ് എന്നാണ്. ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. എന്തോ ആവട്ടെ, ബോധരഹിതനായി വീണ്ടും കിടക്കുകയാണ്. ഈ വാക്ക് കേട്ടപ്പോ ആര്? അഹമ്മദ് റളിയല്ലാഹു അൻഹു. പിന്നെ എന്തുണ്ടായി നോക്കാം. ഫലമ്മ അഫാഖ അഹ്മദു ഫി അശിയതിഹി, അങ്ങനെ ബഹുമാനപ്പെട്ടവർ തന്റെ അബോധാവസ്ഥയിൽ നിന്ന് ബോധം തെളിഞ്ഞു കിട്ടിയപ്പോൾ ഖാല ലഹുൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, അതാണ് ഇമാമാരെ കളി, ആലോചിച്ചോ കാണി, അന്നേ ഉണ്ട് പതി. അങ്ങനെ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു അഹ്മദി ഇമാമോട് പറഞ്ഞു, അലം അഖുൽ ലക ലാ തുഹർരിക് ഹാദാ, ഈ പണി എടുക്കരുത്, ഇത് അനക്കണ്ട എന്ന് താങ്കളോട് ഞാൻ പറഞ്ഞതല്ലേ, കേട്ടില്ലല്ലോ പറഞ്ഞു. ഇപ്പൊ പൂതി തീർന്നോന്നായി, ഇപ്പൊ എങ്ങനെ ഉണ്ട് എന്നായി. ഇങ്ങനെയാണ് മനുഷ്യന്മാരെ അളക്കാൻ പുറപ്പെട്ട ബുദ്ധിമുട്ടാവും. എല്ലാവരും അളക്കാൻ നടന്നാലേ ശരിയാവില്ല. നമുക്കൊക്കെ അങ്ങനെ ഒരു പണിയുണ്ടല്ലോ, ഒരാൾ കാണുമ്പോ അയാൾക്ക് എത്ര വിവരമുണ്ട്, അയാൾ ആരാ, എങ്ങനെയുണ്ട്, ഒന്ന് അത് തൂങ്ങാൻ നടക്കും. നമ്മളെക്കായി ഉന്നതരായിരിക്കും അവർ, ചിന്തിക്കണം. വഫീ റിവായത്തിൻ ഉഖ്റ, വേറൊരു റിപ്പോർട്ടിൽ കാണാം, അന്നഹു സഅലഹു അനി സകാത്തി അയ്ളൻ, ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു തന്നെയാണ് ഷൈബാൻ എന്നവരോട് സകാത്തിനെ കുറിച്ച് ചോദിച്ചു. ഇത് ചോദിച്ച പോലെ തന്നെ ഫീ കം തജിബു, എത്രയിലാണ് സകാത്ത് നിർബന്ധമാകാന്ന ചോദ്യം. ഈ ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി കൊടുക്കണല്ലോ. വഖാല ഷൈബാനും, അപ്പൊ ഷൈബാൻ എന്നവര് മറുപടി കൊടുക്കുകയാണ്, അമ്മ അലാ മദ്ഹബിക്കും, നിങ്ങളെ മദ്ഹബ് അനുസരിച്ച് തജിബു ഫിൽ ഇബ്ലി ഫീ കദാ വകദാ വഫിൽ ബഖരി ഫീ കദാ വകദാ വഫിൽ സർഇ വസിമാരി ഫീ കദാ വകദാ, ഒട്ടകത്തിൽ ഇത്ര കണക്കുണ്ടായി ഇന്ന സക്കാത്ത്, പശുവിൽ ഇത്ര കണക്ക് എത്തിയാൽ ഇന്ന സക്കാത്ത്, കൃഷിയിലും പഴങ്ങളിലും ഇന്ന കണക്ക് എത്തിയാൽ ഇത്ര സക്കാത്ത് കൊടുക്കണം എന്നൊക്കെയാണല്ലോ നിങ്ങളെ മദ്ഹബിലുണ്ടാവുക. കണക്കും കഴിയും ഒക്കെ കണക്കും കഴിയുമായിട്ട് വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ അമ്മാല മദ്ഹബി, അപ്പൊ എന്റെ മദ്ഹബ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഫൽ കുല്ലു ലഹു, അത് മുഴുവനും സക്കാത്ത് കൊടുക്കണ്ടെന്ന് നമ്മൾ പറയാം. അങ്ങനെ പറയാം, കണക്കും കഴിയുന്നില്ല, ഫുള്ള് കൊടുക്കാൻ പറയും. വസതജീഉ ഹികായത്തുഹു മഅൽ ഇമാമി സുഫിയാനി സൗരി, ഇമാം സുഫിയാനി റളിയല്ലാഹു അൻഹുവിന് കൂടെയുള്ള ഒരു ഉദ്ധരണിയുണ്ട്, അത് ബാക്കിൽ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. എപ്പോ ലമ്മ ഇത്തറന്ന ലഹുമുൽ അസദു ഫി ത്വരീഖിൽ ഹജ്ജ്, ഹജ്ജിന് പോണ വഴിയാണ്, അന്ന് കാടൻ പ്രദേശമാണല്ലോ. അങ്ങനെ ഹജ്ജിന് പോകുന്ന വഴിയിൽ ഒരു സിംഹം പ്രത്യക്ഷപ്പെട്ടു. ആ സിംഹം വെളിവായപ്പോൾ ഇമാം സുഫിയാനി സൗരിയുടെ കൂടെ ഒരു കഥ ഉണ്ടായിട്ടുണ്ട്. ആ കഥ പിന്നീട് വരുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് പറയാം. പ്രകാരം തന്നെയാണ് റുബീന, നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കിട്ടിയിട്ടുണ്ട്. എന്ത്?
അന്ന ഫഖീഹൻ മിൻ അകാബിൽ ഫുഖഹാഇ, വലിയ വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പെട്ടതായിരിക്കുന്ന ഒരു പണ്ഡിതൻ, കാലത്ത് ഹൽഖത്തുഹു, അദ്ദേഹത്തിന്റെ സദസ്, ബിജംബി ഹൽഖത്തി ശൈഖിൽ കബീർ ആരിഫില്ലാഹി തആല ബി ബക്കർ ശിബ്ലി റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകളുടെ സദസ്സുണ്ടല്ലോ, ആ സദസ്സിന്റെ ഭാഗങ്ങളിൽ ചേർത്തി നോക്കുമ്പോൾ ആ ഭാഗത്തായിരുന്നു ഈ പറയുന്ന ഫഖീഹിന്റെ സദസ്സ്. അവിടെ ജാമിൽ മൻസൂർ, ജാമിൽ മൻസൂറിലാണ് സദസ്സ്. ആ ഫഖീഹിന് പറയപ്പെടുന്ന പേര് അബു ഇമ്രാൻ എന്ന് പറയുന്നുണ്ട്. ആ പക്ഷേ അങ്ങനെയായിരുന്നു സദസ്സ് പള്ളിയിൽ. അങ്ങനെ അങ്ങനെ ഈ പറയുന്ന അബു ഇമ്രാൻ എന്ന് പറയുന്ന ഇമാമിന്റെയും അദ്ദേഹത്തിന്റെ അണിയുടെയും മേലില് അവർക്കുള്ള സദസ്സുകൾ മുടങ്ങാൻ തുടങ്ങി. എന്ത് കാരണം കൊണ്ട്? ഷിബിലി, ഷിബിലി റളിയല്ലാഹുവിന്റെ വാക്ക് കാരണമായിട്ട് ഇവരുടെ സദസ്സൊക്കെ ഒന്ന് മുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അബു ഇമ്രാന്റെ ശിഷ്യന്മാര് ഒരിക്കൽ ഷിബിലി തങ്ങളോട് ചോദിച്ചു, അങ്ങനെ ഉണ്ടാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, ആൻ മസ്അലത്തിൻ ബിൽ ഹൈളി, ഹൈദിലുള്ളൊരു മസ്അലയെ കുറിച്ചാണ്. അപ്പൊ വിവരസ്ഥന്മാർ തമ്മിൽ എന്താണ് ഒന്ന് പരിശോധിപ്പിക്കുകയാണ്. കാരണം ഇപ്പുറത്തും വലിയൊരു പണ്ഡിതൻ, ഷിബിലിയും വലിയൊരു പണ്ഡിതനാണ്. അപ്പൊ നോക്കുമ്പോ അബു ഇമ്രാന്റെ സദസ് കുറഞ്ഞു വരികയാണ്, ആൾക്കാരൊക്കെ കുറഞ്ഞു. അപ്പൊ ഷിബിലിയോട് ചോദിക്കാൻ, പരീക്ഷിക്കാൻ നിൽക്കാണ്. സദസ് കുറയാൻ കാരണം നസ്രീന്റെ കലാമ് കൊണ്ടാണ്, വാക്കുകൊണ്ടാണെന്ന്. അപ്പൊ ആയതിന്റെ മസ്അലാണ് ചോദിച്ചു ഷിബിലിയോട്. മഹാനവറുകളൊന്ന് സ്വീപ്പാക്കുക എന്നാണ് ഇവർ കരുതിയത്. അങ്ങനെ അപ്പൊ എന്തുണ്ടായി? ആ ഒരു മസ്അലയിൽ പണ്ഡിതന്മാർക്കുള്ള പല അഭിപ്രായം ഉണ്ട്, അത് മുഴുവൻ പറഞ്ഞു. അതിലുള്ള അഭിപ്രായങ്ങളും പറഞ്ഞു, ഖിലാഫിക, അതിൽ വരുന്ന അഭിപ്രായങ്ങളും എതിരുകളും എല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പൊ അബു ഇമ്രാൻ ഇത് കേട്ട അബു ഇമ്രാൻ എണീറ്റ് നിന്നു. എന്നിട്ട് ഷിബിലി, അതാ അവസാനം ഷിബിലിയുടെ വിവരത്തിൽ മുട്ടുകുത്തിയപ്പോൾ, മഹാനാന്ന് മനസ്സിലായപ്പോൾ അബു ഇമ്രാൻ എന്നവര് ഷിബിലിയുടെ തല ചുംബിച്ചു. നമ്മളൊക്കെ ആലോചിക്കണം, നമ്മളൊക്കെയും വിവരസ്ഥന്മാരുണ്ടാകും. നമ്മൾ വല്ല ആര്യമായി ചമഞ്ഞാൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന ആള് നമ്മളെ മുട്ടുകുത്തിക്കും. അപ്പൊ ആലോചിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ കണ്ടൊക്കെ ഉണ്ടായിത്തീരും. അപകടം വരുത്താൻ മതി എന്നർത്ഥം. മഹാന്മാരനല്ലേ. അങ്ങനെ അബൂബക്കർ, എന്നിട്ട് അബൂ ഇമ്രാൻ തങ്ങൾ ഷിബിലി തങ്ങൾ തല ചുംബിച്ചിട്ട് ചോദിച്ചാണ്, അബൂബക്കറെ ഇസ്തഫത്ത മിൻ ഹാദിഹിൽ മസ്അലത്തി, ഇസ്തഫത്ത ഫീ ഹാദിഹിൽ മസ്അലത്തി 10 വഖാലാത്തിൽ ലം അസ്മഅഹാ, ഞാൻ കേൾക്കാത്ത 10 വാക്കുകൾ ഈ മസ്അലയിൽ തങ്ങൾ മനസ്സിലാക്കിയെടുത്തിട്ടുണ്ടല്ലോ. വകാന ഇൻദി മിൻ ജുംലത്തി മാ ഖുൽതു, ഞാൻ ആകെ തുക ഈ മസ്അലയിൽ പറയുന്ന കൂട്ടത്തിൽ എന്റെ അടുത്തിൽ സലാസത്ത് വഖാവിൽ 3 ഖൗലേ ഉള്ളൂ, 10 കേട്ടുണ്ടല്ലോ. ഞാൻ അത്ഭുതപ്പെടുകയാണ് നിങ്ങൾ അറിവ് കണ്ടിട്ട്. അതാണ് മഹാന്മാർ. നമുക്ക് എന്ത് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം വിട്ടുകിടന്നിങ്ങനെ പോവുക. അങ്ങനെ പോകുമ്പോൾ അപ്പോൾ അബുൽ സംസാരം അബുൽ ഇതിൽ എന്താണ് താങ്കൾ പറയുന്നത് അദ്ദേഹത്തോട് ചോദിച്ചു. എങ്കിലും ഞാൻ പറയുന്നു, നല്ല മറുപടി ഈ പറഞ്ഞ ആളുടെ സൗരത്തിനൊരു അധികാരമുണ്ട്, സൗരമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതും ഒരു ബാത്തിലാക്കുന്ന അധികാരം അവരുടെ ഈ സൗലത്ത് അങ്ങനെ ബാത്തിലാക്കി പറ്റാത്ത രീതിയിലുള്ള ഒരു
അധികാരം നടത്താറുണ്ട്. വാറൊന്നും എനിക്ക് പറയാൻ കഴിയില്ല, വർക്കതും നേടാറുണ്ട്. കൊണ്ടും അങ്ങനെ അബുൽ അബ്ബാസ് എന്ന് പറയുന്ന ഇരിക്കുക ബർക്കത്തെടുക്കുകയും അവര് പോകുന്ന റൂട്ട് നല്ലതായി കാണുകയും ചെയ്തു. ഇതേ പറ്റുള്ളൂ. പല അഭിപ്രായം നമുക്കുണ്ടാവും, പറയാൻ പറ്റൂല, നല്ല കൂട്ടമൊക്കെ പറയാൻ ഉണ്ടാകും. ചിലവര് പറയുന്നു ഞാൻ പങ്കെടുത്തിട്ടുള്ളൂ. എവിടെ അങ്ങനെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലും ശാഖാപരമായ കാര്യങ്ങളിലും സംസാരിക്കുന്നുണ്ട്. നല്ലതായ വന്ന സംസാരം മര്യാദയും എന്ന് പറയും. അങ്ങനെ ഞാൻ അത്ഭുതപ്പെടുന്നതും കണ്ടു. ഇത് എവിടുന്നാണ് അറിയുമോ എന്ന് ചോദിച്ചു. ബർക്കത്ത് കിട്ടുന്ന ഫലമാണ് അബുൽ അബ്ബാസ് എന്നവർ രണ്ടുപേരോട് കൂടെയുള്ള പറയപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രചാരമുള്ള ആ കലാമിനെ കുറിച്ചെല്ലാം താങ്കൾ അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ കടന്നു വരുന്നു. അദ്ദേഹത്തിന്റെ മേൽ നിങ്ങൾക്ക് അവസാനം ഈ ഷൈബാന്റെ സദസ്സിന് പങ്കെടുത്തു മൂപ്പരുന്നതിന്റെ മേൽ അങ്ങനെ അവസാനം അദ്ദേഹത്തെ ഉണർത്തുവാനോട് അബ്ദുല്ലാഹി സഈദ് എന്ന് പറയുന്ന വിളിച്ചുകൊണ്ട് എന്താ തൗഹീദ് പരിശോധിക്കാണെന്നല്ലോ. അങ്ങനെ അങ്ങനെ ബഹുമാനപ്പെട്ട ജുനൈദ് റബി അങ്ങനെ പറയും. പരീക്ഷിക്കണല്ലോ, പരീക്ഷിക്കാൻ പരിഭ്രമിച്ചു പോയി, വിട്ടുപോയി. അഹമ്മദി മാമനോട് പറഞ്ഞു, ആര് പറയുന്നു? അബ്ദുള്ള തങ്ങൾ പറയുന്നു, എന്റെ മേൽ ഒന്നുകൂടി ആവർത്തിക്കുക. അങ്ങനെ ആദ്യം പറഞ്ഞ ഇബാദത്തല്ല, രണ്ടാമത് ഞാൻ കാര്യമാണല്ലോ ഇത്. അങ്ങനെ മറന്നുപോയത് മറ്റൊരവസരം നിങ്ങൾ മറന്നതെന്ന് അപ്പോൾ എന്നവർക്ക് എന്തായിരിക്കും മനുഷ്യന്റെ മേൽ ആദ്യം പറഞ്ഞ വാക്കെല്ലാവരും നിർബന്ധമാണല്ലോ. എന്താ ഇബാദത്തുകളാണ് ഇങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ താങ്കൾ പറയുന്ന അപ്പൊ ഷൈബാൻ അങ്ങോട്ട് പറയുന്നു, നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് ഇവിടാക്കാൻ കഴിയുന്നില്ല. അള്ളാഹത്തോടും ഘട്ടം മാറി മാറി വരുമ്പോൾ മാറി വരികയാണ്. അങ്ങനെ ഞാൻ എങ്ങനെ വാജിബ് എനിക്ക് അസാധ്യമാണെന്ന കാര്യം അങ്ങനെയാണല്ലോ. അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ അപ്പോൾ നിർബന്ധമായത് എന്താ? അദ്ദേഹത്തെ സംസ്കരിക്കലാണ്, മര്യാദ പഠിപ്പിക്കലാണ്. അവന്റെ യജമാനായ അള്ളാഹുവിനെ തൊട്ട് അവൻ അസാധിക്കാനുള്ള നിങ്ങൾ എന്ത് വേണമെന്നറിയാമോ? അതൊന്ന് നിറച്ച് നമുക്ക് അങ്ങനെ നിങ്ങളെ നമ്മളെ മേലും നിറച്ചു തരാം. അല്ല കഴിച്ചില്ല ബാധു അങ്ങനെ എന്ത് വേണം? എന്നിട്ട് വേണം പിന്നെ അതൊക്കെ പഠിച്ചതിന് ശേഷമായിരിക്കണം പിന്നെ ഈ 5 വക്ത് നമസ്കാരം അവൻ മടക്കി നിസ്കരിക്കേണ്ടത് എന്നാണ്
ഷൈബാൻ കൊടുത്തതായ പക്ഷേ ഷൈബാൻ എന്നവര് ആത്മീയമായിരിക്കുന്ന മഹാനാണ് എങ്കിൽ അഹമ്മദ് ഇമാം ഇത് കേട്ടപ്പോൾ അഹമ്മദ് ഇമാം റളിയല്ലാഹു ബോധരഹിതനായി വീണുപോയിരുന്നു. അതാണ് ഒരു പണ്ഡിതന്റെ വിലയിരുത്തുന്നത്. അങ്ങനെയാണ് ഞാൻ നിറച്ചു തന്നിരുന്നു. വേറൊരു റിപ്പോർട്ടിൽ കാണാം ഇത് വളരെ അഭിപ്രായമുണ്ട്. എന്തോ ആവട്ടെ പറയുള്ളൂ. അതാണ് അൻഷദായതും അതിൽ അവരെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പാടി എന്ത് إليك قلوبا طالما حطلت صحائب الوغي فيك أبهر الحكم إليك قلوبا ചില ഹൃദയങ്ങളെ പറ്റി നിങ്ങളിലേക്ക് ഞാൻ വിവരം നൽകുകയാണ്. ത്വാലിബൻ ഞാൻ തന്നെ എന്റതിനെ അഴുക്കാക്കിയത നിലയിൽ ചില ഹൃദയങ്ങളെ പറ്റി ഞാൻ അറിയിക്കുന്നു. ഹത്വലത്ത് എങ്ങനത്തെ ഹൃദയങ്ങൾ, ആ ഹൃദയ തുരുതുരേ നിരക്കാതെ പെയ്പ്പിക്കുന്നു. സഹായിബൽ വഹിയിന്റെ മേഘത്തെ, അങ്ങനത്തെ മേഘം ഫീഹ മേഘത്തിലുണ്ട്. അബുഹുൽ ഹിക്കം വിജ്ഞാനത്തിന്റെ സമുദ്രങ്ങൾ ആ മേഘത്തിലുണ്ട്. അങ്ങനെയുള്ള മേഘത്തെ തുരുതുര ഇങ്ങനെ നിലക്കാതെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഹൃദയങ്ങളുണ്ട് പഠിക്കണം എന്നർത്ഥം.